ഓഗസ്റ്റ് 28, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ചയാണ്. ഇന്ന് അധികം ന്യൂസ് പറയാൻ ഇല്ല എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ആദ്യത്തെ ന്യൂസ് നമുക്ക് നോക്കാം. കോവിഡിലുള്ള ഓവർ സ്റ്റുഡൻസ് ത്രോങ് കോച്ചിങ് ക്യാപിറ്റലായ രാജസ്ഥാൻ അതുപോലെ തന്നെ ഡൽഹിയിലേക്കൊക്കെ ആൾക്കാർ സ്റ്റുഡൻസും പാരൻസും ഓരോ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നൊരു ന്യൂസാണ് പറയുന്നത്. അപ്പം കോവിഡിൻ്റെ ആ ഒരു എഫക്റ്റ് മാനസികമായിട്ടും എല്ലാവർക്കും കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ഇപ്പോൾ റിവൈവ് കോട്ട എന്ന് പറഞ്ഞ പോസ്റ്റേഴ്സൊക്കെ ആൾക്കാർ കണ്ടിരുന്നത്. അപ്പോൾ കോട്ട എന്ന് പറഞ്ഞ രാജസ്ഥാൻ്റെ ഒരു കോച്ചിങ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ആൾക്കാരും പാരൻസും സ്റ്റുഡൻസൊക്കെ എത്തി തുടങ്ങുന്ന ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, വെറുതെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ടെക് കമ്പനീസും മറ്റതൊക്കെ ഉണ്ടായിട്ടും ആൾക്കാർക്ക് ഓഫ്ലൈൻ ക്ലാസ്സസിനോടാണ് താല്പര്യം എന്നത് ഈ റിവൈവിങ് കാണിക്കുന്നതാണ്. അതാണ് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ലൈഫ് ടൈം പെർക്സ് ഫോർ ഫോർമർ CGIs, SC ജഡ്ജസ് എക്സെട്ര. അപ്പോൾ ലൈഫ് ടൈം പെർക്സ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ്, എല്ലാ ലൈഫ് ടൈം ബെനിഫിറ്റ്സാണ് കൊടുക്കുന്നത്. ആർക്കൊക്കെയാണ്? മുൻകാല ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കോ അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജസിനൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ റൂൾസ് അമെൻഡ് ചെയ്തു. ഓൺ ഫ്രൈഡേ സെൻറ്റർ അമെൻഡ് ദ സുപ്രീം കോടതി ജഡ്ജസ് റൂൾസ് സെക്കൻഡ് ടൈം ഇൻ എ വീക്ക് ടു പ്രൊവൈഡ് ഡൊമസ്റ്റിക് ഹെൽപ്പ് ഫോർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് സുപ്രീം കോടതി ജഡ്ജസ് ഫോർ ദർ എൻറ്റയർ ലൈഫ് ടൈം. എല്ലാ എക്സ്ട്രാ ബെനിഫിറ്റ്സും കൊടുത്തുകൊണ്ടാണ് പുതിയ അമെൻമെൻറ്റ് വന്നിരിക്കുന്ന സുപ്രീം കോടതി റൂൾസിൻ്റെ. അപ്പോൾ ഇതിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇവരുടെ ഡിസഡ്വാൻറ്റേജിന് മെഷേഴ്സ് മാറ്റാൻ പറ്റില്ല. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സുപ്രീം കോടതി ജഡ്ജസ് ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദി കോർട്ട് ഇസ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി വേരിഡ് ടു ദ ഡിസഡ്വാൻറ്റേജ് എന്നാണ്. മോശമായിട്ട് അത് വേരി ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു 2 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ 1.5 ലക്ഷം ആക്കാൻ പറ്റില്ല. വേണമെങ്കിൽ 2.5 ലക്ഷം ആക്കാം. അത് അവരുടെ ഡിസഡ്വാൻറ്റേജ് അല്ല, അത് അഡ്വാൻറ്റേജാണ്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി റൂൾസ് അമെൻഡ് ചെയ്ത് കൂടുതൽ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് കൊടുക്കുകയാണ് ചെയ്തത്. ദ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വുഡ് ആൾസോ ഗെറ്റ് സെക്രട്ടേറിയൽ അസിസ്റ്റൻസ്. ദ സ്റ്റാഫ് വുഡ് ബി പെയ്ഡ് ദ സാലറി ആൻഡ് അലവൻസസ് ഓഫ് റെഗുലർ എംപ്ലോയീസ് ഓഫ് ദി സുപ്രീം കോടതി. സുപ്രീം കോടതിൻ്റെ റെഗുലർ എംപ്ലോയി തന്നെയായിരിക്കും സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യേൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നോക്കാം. ഡൊമസ്റ്റിക് ഹെൽപ്പ് ആൻഡ് ഷോഫർ ഫോർ ലൈഫ് ടൈം ഫോർ റിട്ടയർഡ് CGIs ആൻഡ് SC ജഡ്ജസ്. നമ്മൾ പറഞ്ഞതാണ്. പേഴ്സണൽ സെക്യൂരിറ്റി കാർഡ് ഫോർ 5 years ഫോർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് 3 years ഫോർ സുപ്രീം കോടതി ജഡ്ജസ്. പിന്നെ ലൈഫ് ടൈം സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് ഫോർ റിട്ടയർഡ് CGI, ലൈഫ് ടൈം സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ കർട്ട്സി സെറ്റ് എയർപോർട്ട് ലോഞ്ചസ് ആസ് പെർ പ്രോട്ടോകോൾ ടു റിട്ടയർഡ് CGIs ആൻഡ് SC ജഡ്ജസ്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജസും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസിന് എന്താണ് എയർപോർട്ട് ലോഞ്ചുകളിലും പ്രത്യേക പരിഗണന ഉണ്ടാവും. മന്ത്ലി ഫോൺ ഓർ ഇൻ്റർനെറ്റ് ബിൽ റീഎംബേഴ്സ്മെൻറ്റ് എത്ര 4200 രൂപ വരെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഏത് രീതിയിൽ ഇങ്ങനെ കാണണമെന്നറിയില്ല. കാരണം ഒരു കണക്കിന് ഇവർ പിന്നെ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്ത് പാർഷ്യലായി അവർ സർവീസിലിരിക്കുന്ന സമയത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി വിധിക്കുന്നതും ഒക്കെ ഒഴിവാവുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടിയവർ ഇനിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പുറകെ പോവാതെ നിൽക്കുന്നത് ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും. ഇത്രയധികം പബ്ലിക് എക്സ്ചെക്കറിന്ന് അല്ലെങ്കിൽ നമ്മുടെ ട്രഷറിയിൽ നിന്ന് ഖജനാവെന്ന് പൈസ പോകുന്ന കാര്യവും ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു ആംഗിളിൽ നോക്കി കാണേണ്ടതാണ്. എന്തായാലും സുപ്രീം കോടതി റൂൾസ് അമെൻഡ് ചെയ്ത് ഇത്രയും ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ്? മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ റിട്ടയർഡ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ടിനും. ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള CM ഇൻവൈറ്റ് ടു അമിത്ഷാ സ്പാർക്സ് റോ. അതായത് കേരള CM അമിത്ഷാനെ ഓണത്തിന് സ്പെഷ്യൽ ഗസ്റ്റായി വിളിച്ചു എന്നാണ് പറയുന്നത്. മറ്റേ നെഹ്റു ട്രോഫി ബോട്ട് റേസിന് അത് പ്രശ്നമായിട്ടുണ്ട്. വൺ സ്റ്റേറ്റ് മെനി വേൾഡ്സ് ആൻഡ് എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടായിട്ടും ശരിക്കും ഒരു FDI ഡെസ്റ്റിനേഷൻ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് വിദേശ നിക്ഷേപവും വരാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൂറിസം. പക്ഷേ കർണാടകയ്ക്ക് അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നൊരു ആർട്ടിക്കിളാണിത്. കർണാടക ആസ് എ സ്റ്റേറ്റ് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ് സാഞ്ചുറീസും റോക്സും സൈറ്റ്സും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എന്നിട്ടൊന്നും അത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. പോക്സോ ഏത് വർഷമാണ്? 2012 പോക്സോ കേസ്, പോക്സോ ആക്ട് നിലവിൽ വന്നത്. ഒന്ന് ഓർപ്പിച്ച് നോക്കണം. പോക്സോ 2012. ഖാദി പ്രൊഡക്ട്സ് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്
പ്രധാനമന്ത്രി പറയുന്നുണ്ട്, യൂസ് ഖാദി പ്രൊഡക്ട്സ് ഡെയിലി സെയ്സ് PM. The fabric can become an inspiration to make India self-reliant by 2047 ആകുമ്പോഴേക്ക് സെൽഫ് റിലയൻ്റ് ആക്കാൻ അത് സഹായിക്കുമെന്നാണ് പറഞ്ഞത്, ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ഇന്ത്യ ബാക്സ് അർജൻറ്റീന ഓൺ മാൽവിനാസ് കേസ്. അപ്പോൾ മാൽവിനാസ് എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ഒരു സ്ഥലമാണ്, അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ ഡിസ്പ്യൂട്ട്, അതിർത്തി തർക്കമുള്ളൊരു സ്ഥലമാണ്. അതായത് UK, അതായത് ലണ്ടൻ, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ അർജൻറ്റീന. അപ്പോൾ ഇന്ത്യ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ reiterated its support to the resumption of negotiations to find a solution to the sovereignty issues related to the question of the Malvinas Islands in accordance with the resolution of UN General Assembly and Special Committee for Decolonization. ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടാണ് തർക്കമുള്ളത്. ഇന്ത്യ ബാക്ക് ചെയ്യുന്ന ആരെയാണ്? അർജൻറ്റീനയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫാക്ലാൻഡ്സ് എന്നും ഈ പറഞ്ഞ മാൽവിനാസ് ഐലൻഡ്സിനെ വിളിക്കും. ഫാക്ലാൻഡ്സ്, FALKLANDS, ഫാക്ലാൻഡ്സ്. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഷോർട്ടേജ് എഫക്ട്സ് കേന്ദ്രീയ വിദ്യാലയാസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇത്രയധികം ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കും കൊടുക്കുമ്പോൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു ലാക്ക് ഓഫ് കരിയർ അഡ്വാൻസ്മെൻറ്റ് ട്രാൻസ്ഫർ പോളിസി ലീവ്സ് പ്രിൻസിപ്പൽസ് വിറ്ററസ് ടീച്ചിങ് വേക്കൻസീസ് ക്ലൈം ടു 12,000. 12,000 വേക്കൻസീസ് ഉണ്ട്, പക്ഷേ റിക്രൂട്ട്മെൻറ്റ്സ് ഇല്ലെന്നാണ് പറയുന്നത്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ന്യൂസാണ്. FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, USA പറയുകയാണ് ട്രംപ് മിക്സ്ഡ് ടോപ്പ് സീക്രട്ട് ഡോക്യുമെൻറ്റ്സ് വിത്ത് മാഗസിൻസ് എന്നാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാഗസിൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് അഫെയർസിൻ്റെ ഡോക്യുമെൻറ്റ്സും ഫയൽസും ഒക്കെ സാധാരണ മാഗസിൻസിൻ്റെ ഒക്കെ കൂടെ, മന്ത്ലി മാഗസിൻസിൻ്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നോ സ്പേസ് അറ്റ് മിസ്റ്റർ ട്രംപ്സ് മാർ-എ-ലാഗോ എസ്റ്റേറ്റ് വിത്ത് authorized for the storage of classified materials according to the court papers which laid out FBI's rationale for searching the property this month, including probable cause to believe that the evidence of obstruction will be found. അപ്പോൾ 32 പേജുള്ള ഒരു അഫിഡവിറ്റ് FBI കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മാഗസിൻസും അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് അഫെയർസിൻ്റെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അയാൾ സ്റ്റോർ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, അത് ഗവൺമെൻറ് ഈസ് കണ്ടക്ടിങ് എ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കൺസേണിങ് ദി ഇംപ്രോപ്പർ റിമൂവൽ ആൻഡ് സ്റ്റോറേജ് ഓഫ് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ. ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോറേജ്, അതിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക വിജിലൻസും കാണിക്കാത്തതുകൊണ്ട് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിരിക്കുകയാണ് FBI. റഷ്യ ചൈന കോർപ്പറേഷൻ ആർട്ടിക് കൺസേൺ നാറ്റോനെ എപ്പോഴും നാറ്റോ ഒരു 30 മെമ്പർ അലയൻസ് ആണ്. ഏതൊക്കെ രാജ്യങ്ങളാണ്? US ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒരു മിലിറ്ററി അലയൻസ് ആണ് 30 രാജ്യങ്ങളുടെ. അപ്പോൾ റഷ്യ ചൈന കോർപ്പറേഷൻ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ റഷ്യയും ചൈനയും ഇപ്പം ഈ പറഞ്ഞ തായ്വാൻ്റെയൊക്കെ കാര്യത്തിൽ ഒരുമിച്ച് വരികയാണ് ചെയ്യുന്നത്. US അതിൻ്റെ കൗണ്ടർ പാർട്ടി ആയിട്ടുമാണുള്ളത്. അതുകൊണ്ട് തന്നെ നാറ്റോ അതൊരു കൺസേൺ ആണ്. ഇംപ്രൂവിങ് ആക്സസ് ടു ആൻറ്റിബയോട്ടിക്സ് ത്രൂ ഇന്നോവേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ആർട്ടിക്കിൾ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെറിയ രോഗങ്ങൾക്ക് പോലും ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി സാധാരണ മൈക്രോബ്സിനൊക്കെ ഇതിനൊരു റെസിസ്റ്റൻസ് വരും. അതായത് എന്താ പറയുക, പിന്നെ ഏൽക്കാതാവും. ഈ മരുന്നുകൾ പിന്നെ ഏൽക്കാതായി കഴിഞ്ഞാൽ വലിയ രോഗങ്ങൾ വരുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്സ് ഏൽക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ തിരിച്ച് ജീവൻ രക്ഷിക്കാൻ വേറെ വഴി ഉണ്ടാവില്ല. അതാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ എക്സ്പ്ലോയിറ്റേറ്റീവ് യൂസ് പാടില്ല. ഏതിൻ്റെ? ആൻറ്റിബയോട്ടിക്സിൻ്റെ പാടില്ല. അതിൻ്റെ ക്യാമ്പയിനാണ് റെഡ് ലൈൻ ക്യാമ്പയിൻ. ഓർത്ത് വെക്കണേ, റെഡ് ലൈൻ ക്യാമ്പയിൻ. അപ്പോൾ ഇതിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആക്സസ്, വാച്ച്, റിസർവ്. ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്സുകൾ, കുഴപ്പമില്ലാത്തത്. വാച്ച് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച്, ഈ കാറ്റഗറി ഓഫ് ആൻറ്റിബയോട്ടിക്സിൽ ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് ആക്സസ്, വാച്ച്, റിസർവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൻറ്റിബയോട്ടിക്സ് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളൊരു ചെറിയ തൊണ്ടവേദനക്കോ പനിക്കോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ രോഗങ്ങൾ വന്നാൽ അതിനും മുകളിലുള്ള ഒരു ആൻറ്റിബയോട്ടിക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ അവൈലബിൾ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. സോ ആക്സസ്, വാച്ച്, റിസർവ് എന്ന് പറഞ്ഞ 3 ക്രൈറ്റീരിയ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ക്ലാസിഫിക്കേഷൻ എന്തുമായി ബന്ധപ്പെട്ട് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് WHOൻ്റെതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഗുലാം നബി ആസാദിനെ കുറിച്ച് ഒരു എന്താ പറയുക, ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ലോയലിസ്റ്റ് ടേൺഡ് റെബൽ എന്ന് പറഞ്ഞ്. ലോയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയധികം കൂറുള്ള ഒരാളായിരുന്നു. ഗാന്ധി കുടുംബമായിട്ട് അതുപോലെ തന്നെ
നമ്മുടെ കോൺഗ്രസ്സുമായിട്ടും പെട്ടെന്ന് പുള്ളി റബലായി എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതുകൊണ്ട്. ഇത്രയും സീനിയർ മോസ്റ്റ് ലീഡറാണ്. അത് എന്തായാലും കോൺഗ്രസ് പാർട്ടീൻ്റെ സ്ട്രക്ചറിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. പിന്നെ ഒരു ന്യൂസ് എക്കണോമിക്സിൽ പറഞ്ഞിരിക്കുന്നത് ട്രസ്റ്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ ഈസ് കീ ടു കൺട്രീസ് ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിനെ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അവരാണ് ഗ്രോത്ത് കൊണ്ടുവരുന്നത്. പ്രോഫിറ്റൈസേഷൻ വെച്ചു, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചു ശരി തന്നെയാണ്. കാരണം പ്രൈവറ്റ് സെക്ടറാണ് കൂടുതൽ ജോലി അതുപോലെ തന്നെ പ്രോഫിറ്റും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിനെ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഗ്രോത്ത് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസിൽ ഉള്ളത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇന്ന് വളരെ കുറവായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടേക്ക് കെയർ ആൻഡ് ബൈ.